ഹായ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 ലിപ് ബാംസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിന് തന്നെ NMFE എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസിങ് ലിപ് കെയർ ആണ്. ഇത് SPF 40+ അലോവേറ ആൻഡ് വൈറ്റമിൻ ഇ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈനെസ്സിൽ നിന്നും സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ഷൻ തരും. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫീലാണ്. എന്തെങ്കിലും ഇട്ട പോലൊരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ അണ്ടറിൽ വെയർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ ലിപ് ബാം. പിന്നെ ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. കണ്ടില്ല, ഞാൻ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് എൻ്റെ ബെയർ ലിപ്സിലാണ്. എൻ്റെ ലിപ്സ് അത്രയും പിഗ്മെൻറ്റഡ് അല്ല. ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു ലിപ് ബാമാണ്. അടുത്ത ലിപ് ബാം എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സെറാമൈഡ്സ് ആൻഡ് പെപ്റ്റൈഡ് ബാരിയർ റിപ്പയർ SPF 50 PA+++ ടെൻഡർ ലിപ് ബാം. ഇത് ഷെയ്ഡ് വാംനൂഡാണ്. ഇതെന്ന് പറഞ്ഞ് ഞാൻ ഫോർ റീ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ പുറത്ത് പോയിട്ട് എനിക്ക് ലിപ്സ് കുറച്ച് ഡ്രൈ ആയെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലിപ്പ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിപ് ബാം മെയിൻലി യൂസ് ചെയ്യുക. ഇത് പിന്നെ NMFE പോലെയല്ല, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മെസ്സി ലുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഒരു ലിപ് ഗ്ലോസ് പോലെയോ അങ്ങനെ ഇടാനായിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിത് ഫോർ റീ അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ NMFE മാത്രമാണ് ഇടാറുള്ളത്. അടുത്ത ലിപ് ബാം എന്ന് പറയുന്നത് വാസ്ലിൻ ലിപ് തെറപ്പി ഒറിജിനൽ കെയർ ലിപ് ബാമാണ്. ഞാനിത് എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാനത് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഉറങ്ങാറ്. അപ്പോൾ ഇത് മോർണിംഗ് എനിക്ക് എണീക്കുമ്പോൾ ഒരു നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലിപ്സ് തരാറുണ്ട്. ഒരു ലോങ് ടൈം മോയ്സ്ചറൈസേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ മോർണിംഗ് യൂസ് ചെയ്യാറില്ല, കാരണം അതിൽ SPF ഇല്ല. അതുകൊണ്ട് ഞാൻ മോർണിംഗ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാംസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താങ്ക്